എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹെക്സഗണൽ ബോൾട്ട് എങ്ങനെ വരക്കാം എന്നതിനെക്കുറിച്ചാണ്. സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സ് എന്ന വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോൾട്ട്. ആ ബോൾട്ട് എന്ന വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെക്സഗണൽ ബോൾട്ട്. ഈ ഹെക്സഗണൽ ബോൾട്ട് എങ്ങനെ വരക്കാം എന്ന് നമുക്ക് നോക്കാം. ഡയമെൻഷൻ അനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് വരക്കുമ്പോൾ രണ്ട് വ്യൂസ് നമ്മൾ വരക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബോൾട്ടിൻ്റെ സൈഡ് വ്യൂവും റൈറ്റ് സൈഡിൽ കാണുന്നത് ബോൾട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ അഥവാ എലിവേഷനുമാണ്. നമ്മൾ ബോൾട്ടിൻ്റെ സൈസ് അടയാളപ്പെടുത്തുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് M20x100 എന്നാണ്. ഇവിടെ M എന്ന് പറയുന്നത് മെട്രിക് എന്ന് സൂചിപ്പിക്കുന്നു. 20 എന്നത് ഷാങ്കിൻ്റെ ഡയമീറ്ററും 100 എന്നത് ലെങ്ത്തുമാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ലെങ്ത്ത് തരാതെ ഡയമീറ്റർ മാത്രമേ തരികയുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ലെങ്ത്ത് കണ്ടെടുക്കുന്നതിന് വേണ്ടി ഡയമീറ്ററിൻ്റെ 4 ഇരട്ടി എടുത്താൽ മതിയാകും. അതായത് ലെങ്ത്ത് = 4D എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്കെച്ച് ദ വ്യൂസ് ഓഫ് എ ഹെക്സഗണൽ ബോൾട്ട് വിത്ത് ഡയമീറ്റർ D = 20. ഇവിടെ തന്നിരിക്കുന്ന ഡയമീറ്റർ 20 mm ആണ്. ഈ ഡയമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റ് എല്ലാ ഡയമെൻഷൻസും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹെക്സഗണൽ ബോൾട്ട് വരക്കുന്നതിലേക്ക് കടക്കാം. ഹെക്സഗണൽ ബോൾട്ടിൻ്റെ വ്യൂസ് വരക്കുന്നതിന് വേണ്ടി ആദ്യം വരക്കുന്നത് ആക്സിസ് ആണ്. ആക്സിസ് വരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെയിൻ തിൻ ലൈനാണ് വരക്കേണ്ടത്. 2H പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയിൻ തിൻ ലൈൻ വരക്കുന്നു. ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് ഹെക്സഗണൽ ബോൾട്ടിൻ്റെ വ്യൂസ് നമ്മൾ വരക്കുന്നത്. വ്യൂസ് വരക്കുന്നതിന് വേണ്ടി ആക്സിസ് ശ്രദ്ധിച്ച് വരക്കുക. ആക്സിസ് വരച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് തന്നിരിക്കുന്ന ഡയമീറ്റർ നോക്കുക. ഡയമീറ്റർ D = 20 എന്ന് തന്നിരിക്കുന്നു. ഈ 20 mm ഡയമീറ്റർ കോമ്പസിൽ നമ്മൾ രേഖപ്പെടുത്തിയതിന് ശേഷം ഈ അളവ് റേഡിയസായി വരുന്ന ഒരു സർക്കിൾ വരക്കുന്നു. സർക്കിൾ വരക്കുമ്പോൾ 2H പെൻസിൽ ഉപയോഗിച്ച് തിൻ ലൈനാണ് വരക്കേണ്ടത്. തുടർന്ന് ചെയ്യേണ്ടത് ഈ സർക്കിളിനെ ഇപ്പോൾ വരച്ച ആ 20 mm എന്നുള്ള റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റേഡിയസ് മാറ്റേണ്ട ആവശ്യമില്ല. 20 mm എന്നുള്ള റേഡിയസ് തന്നെ ഉപയോഗിച്ച് 6 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുകയാണ്. തുടർന്ന് ഈ 6 പോയിൻറ്റുകളെയും H പെൻസിൽ ഉപയോഗിച്ച് തിക്കായിട്ട് ജോയിൻ ചെയ്യുക. ഇങ്ങനെ 6 ഈക്വൽ ഡിവിഷനെയും നമ്മൾ H പെൻസിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഹെക്സഗൺ ലഭിക്കുന്നു. ഹെക്സഗൺ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ചാംഫർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സെൻറ്ററിൽ നിന്നും ഈ കാണുന്നത് പോലെ എൻഡിലേക്ക് എടുക്കുക. തുടർന്ന് എല്ലാ വശങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് സർക്കിൾ വരക്കുന്നു. ഇത് ചാംഫറിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കിളാണ്. ഇനി വരക്കുവാനുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഷാങ്കിനെ സൂചിപ്പിക്കുന്ന സർക്കിളാണ് വരക്കുവാൻ പോകുന്നത്. ഷാങ്കിൻ്റെ ഡയമീറ്റർ അഥവാ വിഡ്ത്ത് 20 mm ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കിൾ വരക്കുന്നതിന് വേണ്ടി 20ൻ്റെ പകുതി 10 mm എടുക്കുന്നു. തുടർന്ന് ഷാങ്കിനെ സൂചിപ്പിക്കുന്ന സർക്കിൾ സെൻറ്ററിൽ നിന്നും 10 mm റേഡിയസിൽ വരക്കുന്നു. അങ്ങനെ അതിൻ്റെ ഡയമീറ്റർ 20 mm എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി ത്രെഡിനെ സൂചിപ്പിക്കുന്ന ആർക്ക് കൂടിയുണ്ട്. അത് നമുക്ക് അവസാനം അളവെടുത്ത് വരക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് എലിവേഷൻ വരക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് 4 പ്രൊജക്ഷൻ ലൈൻസ് വരക്കാം. പ്രൊജക്ഷൻ ലൈൻസ് ഈ കാണുന്നത് പോലെ തിൻ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ നേർത്ത ലൈനായിരിക്കണം. നാല് പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു കഴിഞ്ഞു.
ഇനി വരക്കാനുള്ളത് ഹെക്സാഗണൽ ബോൾട്ടിൻ്റെ എലിവേഷൻ വരക്കാം. അതിനുവേണ്ടി ആദ്യമായി വരക്കുന്നത് ബോൾട്ടിൻ്റെ ഹെഡാണ്. ബോൾട്ട് ഹെഡിൻ്റെ വിഡ്ത്ത് 2D എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഡയമീറ്റർ 20 ആയതുകൊണ്ട് 2 × 20 40 mm ആണ്. ഈ 40 mm നമുക്ക് ഈ പ്രൊജക്ഷൻ ലൈൻസ് വരച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വരക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വരക്കാൻ പറ്റും. 40 mm ഗ്യാപ്പിലാണ് പ്രൊജക്ഷൻ ലൈൻസ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തിൻ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വരച്ചു തുടങ്ങുന്നു. 2H പെൻസിൽ ഉപയോഗിച്ച് തിൻ ലൈനാണ് വരയ്ക്കേണ്ടത്. വളരെ ഡാർക്കായിട്ട് വരച്ച് വയ്ക്കരുത്. ഇനി നമ്മൾക്കവിടെ ആർക്കുകൾ വരക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് വരക്കുക. അടുത്തതായി ബോൾട്ട് ഹെഡിൻ്റെ തിക്നെസ് അടയാളപ്പെടുത്താം. തിക്നെസ്സിൻ്റെ ഇക്വേഷൻ 0.8 × 20 16 mm വരും. 16 mm ലൈനാണ് വരയ്ക്കേണ്ടത്. മുകളിലും താഴെയുമായിട്ട് 16 mm ലൈൻ വരച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഹെക്സാഗണൽ ബോൾട്ടിൻ്റെ ഹെഡിൻ്റെ വ്യൂ ലഭിക്കും. 16 mm ലൈൻ വരക്കുകയാണ്. മുകളിലും താഴെയും 16 mm ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഈ 2 ലൈനിലെയും പരസ്പരം യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിയുമ്പോൾ ഹെക്സാഗണൽ ബോൾട്ടിൻ്റെ ഹെഡിൻ്റെ വ്യൂ ലഭിക്കുന്നു. ഹെഡിൻ്റെ വ്യൂ വരച്ചതിന് ശേഷം അടുത്തതായിട്ട് വരക്കുന്നത് ഷാങ്ക് വരക്കാം. ഷാങ്കിൻ്റെ ഡയമീറ്റർ 20 ആണ്. ഒപ്പം അതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ ഉള്ളത് ലെങ്ത്ത്. ഷാങ്കിൻ്റെ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ 3D അല്ലെങ്കിൽ 4D എടുക്കാം. നമ്മളിവിടെ 4D ആണ് എടുക്കുന്നത്. 4 × D യുടെ 20 അപ്ലൈ ചെയ്യുമ്പോൾ 4 × 20 80 mm ആണ് ലെങ്ത് ഓഫ് ഷാങ്ക് ലഭിക്കുന്നത്. ആ 80 mm ആണ് ഇപ്പോൾ നമ്മൾ ഷാങ്കിൻ്റെ ലെങ്ത്തായിട്ട് അടയാളപ്പെടുത്തി വരക്കുന്നത്. ഈ വരകളൊക്കെ നമുക്ക് കൂടുതൽ ഡാർക്കായിട്ട് വരക്കാവുന്നതാണ്. H പെൻസിൽ ഉപയോഗിച്ച് വരക്കാവുന്നതാണ്. 80 mm ലെങ്ത്തിൽ ഷാങ്ക് വരക്കുന്നു. തുടർന്ന് ഷാങ്കിൻ്റെ എൻഡ് യോജിപ്പിക്കുന്നു. ഹെക്സാഗണൽ ബോൾട്ടിൻ്റെ ഷാങ്ക് വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരക്കാനുള്ളത് ത്രെഡ് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ത്രെഡ് ലെങ്ത്തിലേക്കുള്ള ഇക്വേഷൻ 2.05D അഥവാ 2.05 × 20 41 mm വരും. ഈ 41 mm നമ്മൾ അടയാളപ്പെടുത്തുന്നു. 41 mm അടയാളപ്പെടുത്തിയതിന് ശേഷം ത്രെഡ് ലെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ലൈൻ വെർട്ടിക്കലായിട്ട് ഷാങ്കിന് എക്രോസ് ആയിട്ട് കുറുകെ വരക്കുക. ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ത്രെഡ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ത്രെഡ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ഒരിക്കൽ കൂടി പറയാം. 2.05D. ത്രെഡിനെ സൂചിപ്പിക്കുന്ന ലൈൻ വരച്ചതിന് ശേഷം അടുത്തതായിട്ട് ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ അടയാളപ്പെടുത്താം. മൈനർ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ 0.8 × D ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡയമീറ്റർ 20 mm ആയതുകൊണ്ട് 0.8 × 20 16 mm എന്ന് ലഭിക്കുന്നു. ഈ 16 mm നമ്മളിവിടെ അടയാളപ്പെടുത്തുകയാണ്. 16 mm അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ആക്സിസിൻ്റെ മുകളിലും താഴെയുമായിട്ട് 8 mm അടയാളപ്പെടുത്തുന്നു. തുടർന്ന് ആക്സിസിന് പാരലായിട്ട് നമ്മൾ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ സൂചിപ്പിക്കുന്ന ലൈനുകൾ വരക്കുന്നു. മൈനർ ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്ന ലൈൻസാണ് വരക്കുന്നത്. മുകളിലും താഴെയും വരക്കുന്നു. ഇനി അടുത്തതായി ഫ്ലാറ്റ് എൻഡിൽ നിന്നുള്ള ചാംഫർ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്താം. ചാംഫർ ഡിസ്റ്റൻസ് 0.1 × D ആണ്. ഇവിടെ 0.1 × 20 2 mm ലഭിക്കുന്നു. ആ 2 mm അടയാളപ്പെടുത്തിയതിന് ശേഷം വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. തുടർന്ന് ചിത്രത്തിൽ കാണുന്നത് പോലെ 45 ഡിഗ്രി കോണളവിൽ ചരിച്ചുകൊണ്ട്
ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ചാംഫർ വരക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാംഫർ ആർക്കുകൾ ബോൾട്ട് ഹെഡിൽ വരക്കാനുണ്ട്. അത് വരക്കുന്നതിന് വേണ്ടി ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ രണ്ട് കോർണറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തിൻ ലൈൻ ആക്സിസിലേക്ക് വരക്കുന്നു. ബോൾട്ട് ഹെഡിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ഇതേപോലെ തന്നെ കോർണറുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തിൻ ലൈൻ ആക്സിസിലേക്ക് വരക്കുന്നു. ആ രണ്ട് ലൈനും ഒരു കോമൺ പോയിന്റിൽ ജോയിൻ ചെയ്യുന്നു. ഈ പോയിന്റിനെ കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ ആർക്ക് വരക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, കോമ്പസ് ആ പോയിന്റിൽ വെച്ചു. തുടർന്ന് ബോൾട്ട് ഹെഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലെങ്ത്ത് മെഷർ ചെയ്ത് ആർക്ക് വരക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ എച്ച് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആർക്ക് വരക്കാം. ഇനി ആർക്ക് വരുന്നത് ഇപ്പോൾ വരച്ച് കാണിക്കുന്ന ഭാഗത്താണ്. ഇപ്രകാരം സൈഡ് ഫേസിലെ ചാംഫർ ആർക്ക് വരക്കുന്നതിന് വേണ്ടി ചിത്രത്തിൽ കാണുന്നത് പോലെ മുകളിലുള്ള ഭാഗത്തിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നു. മിഡ് പോയിന്റിൽ നിന്നും മുൻപ് വരച്ച ലൈനിലേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് മുട്ടിക്കുന്നു. ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ചാംഫർ ആർക്കിൻ്റെ സെൻറ്റർ. മുകളിൽ ചെയ്തതുപോലെ തന്നെ താഴെയും മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ച് ലൈൻ വരച്ചാൽ അവിടെയും നമ്മൾക്ക് സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കാം. ഈ രണ്ട് സെൻറ്റർ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചാംഫർ ആർക്കുകൾ വരക്കുന്നത്. ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈനും തമ്മിൽ ജോയിൻ ചെയ്ത പോയിന്റിൽ കോമ്പസ് വയ്ക്കുന്നു. ഇവിടെ ചെറിയ ആർക്കായതുകൊണ്ട് കോമ്പസ് ഉപയോഗിച്ച് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ച് വരക്കുക. കോമ്പസ് വെച്ച് തുടർന്ന് ആ മിഡ് പോയിന്റിലേക്ക് അളവെടുത്തു. തുടർന്ന് നമ്മൾ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. മുകളിൽ വരക്കുന്ന അതേ രീതിയിൽ തന്നെ താഴെയും വരച്ചുകൊണ്ട് രണ്ട് ആർക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നു. മുകളിലും താഴെയും ചാംഫർ ആർക്കുകൾ ആണ് ഇപ്പോൾ വരക്കുന്നത്. ഇത് രണ്ടും ഒരേ അളവിലുള്ളതായിരിക്കും. 3 ആർക്കുകളും വരച്ചു കഴിഞ്ഞ ശേഷം ഇനി അടുത്തതായിട്ട് ഫിനിഷിംഗ് വർക്കുകളാണ്. ഇവിടെ കാണുന്നത് പോലെ ബോൾട്ട് ഹെഡിൻ്റെ എഡ്ജിനെ സൂചിപ്പിക്കുന്ന ലൈൻ തിക്കായിട്ട് വരക്കുന്നു. തുടർന്ന് ഇവിടെ കാണുന്നത് പോലെ മിഡ് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ലൈൻ വരക്കുന്നു. മറ്റ് അനാവശ്യ ലൈനുകളെല്ലാം ഇറേസ് ചെയ്യുക. അങ്ങനെ ഫിഗർ കൂടുതൽ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ ലഭിക്കും. ഇനി അവസാനമായി വരക്കാനുള്ളത് ചാംഫറിൻ്റെ ത്രെഡിനെ സൂചിപ്പിക്കുന്ന മൈനർ ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്ന ആർക്കാണ്. ആ ആർക്ക് വരക്കുന്നതിന് വേണ്ടി ത്രെഡ് ഡയമീറ്റർ നമ്മൾ മുമ്പ് ഷാങ്കിൽ വരച്ചതിൻ്റെ അളവ് 16 mm ആയിരുന്നു. ആ 16 mm പകുതി 8 mm കോമ്പസിലെടുക്കുന്നു. തുടർന്ന് സെൻറ്ററിൽ വെച്ചുകൊണ്ട് കോമ്പസ് ഫിക്സ് ചെയ്തുകൊണ്ട് 8 mm റേഡിയസിൽ ഒരു ആർക്ക് വരക്കുന്നു. പ്രത്യേകം ഓർക്കേണ്ടത് ഒരു മുഴുവൻ സർക്കിളല്ല വരക്കേണ്ടത്. 3 ക്വാഡ്രൻറ്റുകളിലൂടെയുള്ള ഒരു ആർക്കാണ് വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതോടുകൂടി ഹെക്സോണൽ ബോൾട്ടിൻ്റെ വ്യൂസ് കംപ്ലീറ്റ് ആയി. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും ഒരിക്കൽ കൂടി ഇത് വരച്ച് നോക്കുക. മറ്റ് ഡയമീറ്ററുകൾ ഉപയോഗിച്ചും വരച്ച് നോക്കാവുന്നതാണ്.